തായ്ലൻഡിലെ ചിയാങ് റായ് പ്രോവിൻസിൽ സ്ഥിതി ചെയ്യുന്ന സിംഗ പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള സിംഗ ബിയർ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള സ്ഥലമാണിത്. ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതാണ് ഈ ഒരു സിംഹത്തിൻ്റെ ഗോൾഡൻ കളർ സ്റ്റാച്യു. ഇത് ആക്ച്വലി സിംഗ ബിയർ ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ ലോഗോ ആണ്. നേരെ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതിനകത്ത് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല സൈസസിലുള്ള ഗോൾഫ് കാർട്ട്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, ട്രാംസ്, സൈക്കിൾസ് ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതിൻ്റെ അനുസരിച്ചുള്ള ചേഞ്ചസ് ടിക്കറ്റ് ചാർജിൽ ഉണ്ടാകുമെന്ന് മാത്രം. ഈ പാർക്ക് ആക്ച്വലി 850 ഏക്കേഴ്സോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നടന്നിട്ട് ഈ പാർക്ക് ഒന്ന് കണ്ടുവരാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റിസ്റ്റ് ബാൻഡും ഈ പാർക്കിൻ്റെ ഒരു മാപ്പും കൂടി അവർ നമുക്ക് തരുന്നതായിരിക്കും. สวัสดีครับยินดีต้อนรับเข้าสู่สิงห์ปาร์คเชียงรายนะคะสิงห์ปาร์คเชียงรายมีพื้นที่มากกว่า 8,700 ไร่จุดที่หนึ่งของเรานะคะจะเป็นทะเลสาบบอหงมีพื้นที่ทั้งหมด101 ไร่จะมีกิจกรรมดื่มกาแฟและมีบริการให้อาหารปลาอาหารหงส์ഇവിടെ മോർണിംഗ് 8:30 ഓപ്പൺ ചെയ്തിട്ട് ഈവനിങ് 5 o'clock ഇത് ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മിനിമം 2:30 to 3 o'clockനുള്ളിൽ ഇവിടെ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ട്രാം ആയിരുന്നു നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പെർ പേഴ്സൺ 150 ബാത്ത് ആയിരുന്നു. സ്വാൻ ലേക്കാണ് ട്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഈ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. സ്വാൻ അല്ലാതെ കുറേ ഫിഷസും ഉണ്ട് ഇവിടെ. ഇവിടെ വളർത്തുന്ന ഫിഷസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിനോട് ചേർന്നിട്ടുള്ള സ്റ്റോറിൽ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടുന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഫിഷിനെ ഫീഡ് ചെയ്യാവുന്നതാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ കുറച്ചധികം നേരം ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പ്രകാരം ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ട്രാം ഇതുവഴി പോകേണ്ടതാണ്. കാണാതായപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് വരെ നമുക്ക് നടന്നിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നല്ല വെയിലും ചൂടുള്ള സമയമായിരുന്നു. പക്ഷെ എന്നാലും ഈ റോഡിൻ്റെ 2 സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ ഒരു രസമുണ്ടായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും പച്ചപ്പാണ് ഇവിടെ. അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദൂരെയായിട്ട് ആ ഒരു പിങ്ക് കളർ മല കാണുന്നുണ്ടോ? അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. വിസിറ്റേഴ്സിന് വേണ്ടി കുറേയേറെ ഫോട്ടോ സ്പോട്ട്സ് ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മളിവിടെ എത്തി. നല്ല രസമുണ്ടായിരുന്നു. ഈ പിങ്ക് കളറിൽ ഫ്ലവർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ കുന്ന് മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിങ്ക് കളറിലുള്ള കോസ്മോസ് ആണ് ഇവരിവിടെ വളർത്തുന്നുണ്ടായിരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത ട്രാമിൽ കയറി. ഈ ട്രാമിന് പാർക്കിനകത്ത് 5 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് ട്രാം യൂസ് ചെയ്യുന്ന സമയത്ത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ട്രാമിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഗോൾഫ് കാർട്ട്. ട്രാമിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പായിരുന്നു ഇത്. ഇതൊരു മിനി സൂ സെറ്റപ്പാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഈ മിനി സൂ.
ഇവരെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അടുത്തുള്ള ഷോപ്പിൽ 50 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബണ്ടിൽ ഓഫ് ലീവ്സ് കിട്ടും. നമുക്കത് വാങ്ങിയിട്ട് ഇവരെ ഫീഡ് ചെയ്യാം. അവിടുന്ന് ട്രാം എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഇതായിരുന്നു നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ കൂടുതലായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാർക്കിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സിപ്പ് ലൈനും ഹോട്ട് എയർ ബലൂണൊക്കെ ഉള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ സമയത്ത് അവിടെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം പോയിട്ടുണ്ടായിരുന്നത് ടീ പ്ലാന്റേഷൻ കാണാനായിരുന്നു. ഈ പാർക്ക് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബൂൺ റോഡ് ഫാം എന്ന പേരിലായിരുന്നു. ഇത് തായ്ലൻഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബൂൺ റോഡ് ബ്രൂവറിയുടെ ഓണർഷിപ്പിലുള്ളതായിരുന്നു. അന്ന് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ബിയറിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബാർലി ആയിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് അതിന് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ വിചാരിച്ചത്ര ഈൽഡും കിട്ടിയില്ല. പിന്നെ അവർ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. കൂട്ടത്തിൽ വെജിറ്റബിൾസും അതുപോലെ ഫ്ലവർ ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇയർലി പലതരത്തിലുള്ള ഫെസ്റ്റിവൽസും മ്യൂസിക് ഇവൻറ്റ്സൊക്കെ ഇവർ ഇതിനകത്ത് നടത്താറുണ്ട്. ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. ഞാൻ തായ്ലൻഡിൽ വന്ന ശേഷം കഴിച്ചിട്ടുള്ള തായ് ടീസിൽ ബെസ്റ്റ് തായ് ടീ ആയിരുന്നു ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എടുത്തു പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവർ ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് അവർ നന്നായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ചിയാങ് റായിലെ അഗ്രോ ടൂറിസം അട്രാക്ഷനിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് സിംഗ പാർക്കിനെ കൺസിഡർ ചെയ്യുന്നത്. ചിയാങ് റായ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ധൈര്യമായിട്ട് ഈ പ്ലേസ് നിങ്ങളുടെ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലവും എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.